അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. طاسيم ميم. تلك آيات الكتاب المبين لعلك باخع نفسك ألا يكونوا مؤمنين إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين فقد كذبوا فسيأتيهم أنباء ما كانوا به يستهزئون. സൂറത്തു ശുഅറാ. കഴിഞ്ഞ സൂറത്ത് ഫുർഖാൻ, സത്യ അസത്യങ്ങൾ വേർതിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ആയത്തിൻ്റെ അർത്ഥം. ഇത് കവികൾ എന്നാണ്. ഷായിർ എന്ന് പറഞ്ഞാൽ കവിയാണ്. ശുഅറാ കവികൾ എന്നാണ് സൂറത്തിൻ്റെ അർത്ഥം. നമുക്ക് അറിയുന്ന പോലെ ഖുർആനിൽ ഒരു സൂറത്തിന് അള്ളാഹു പേര് വെക്കുന്നത് ആ സൂറത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം അതിനെ അധികരിച്ച ഒരായത്തിലൊരു പദമായിരിക്കും. ഇപ്പോൾ വലിയ വലിയ അൽ ബഖറ എന്ന സൂറത്തിൽ പശുവിനെ അറുക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഒരു പശുവിനെ അറുത്ത് കുറ്റം തെളിയിക്കാൻ മൂസാ നബിയോട് അള്ളാഹു കൽപ്പിച്ച ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തെ അധികരിച്ച് അതിൽ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. ആ ഒരു ബഖറാണ് അൽ ബഖറ എന്ന സൂറത്തിൻ്റെ പേരായിട്ട് നിശ്ചയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇട്ട പേരല്ല. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം വഹീ മുഖേന ഓരോ സൂറത്തിനും അങ്ങനെ പേരിട്ടതാണ്. അതുപോലെ ഇതിൽ വശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ, കവികളെ പിൻപറ്റി ജീവിക്കൽ തോന്നിവാസികളാണ്, ദുർമാർഗികളാണ് എന്ന ഒരു പദമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഈ ഖുർആൻ കവിതയാണ് എന്നാണ് അവർ ആരോപിച്ചിരുന്നത്. അതെന്ന് വെച്ചാൽ ഇതൊരു വേദഗ്രന്ഥമല്ല, കവിതയാണ്. കവിത അറബികൾക്ക് പരിചയമുള്ളതാണ്. പുരാതന അറബികൾ അധിക പേരും നല്ല കവികളായിരുന്നു. അവർക്ക് നീണ്ട ഒരുപാട് വരികൾ ഉൾക്കൊള്ളുന്ന കവിതകൾ മുൻ ധാരണയൊന്നും മുൻ ഒരുക്കമില്ലാതെ അവരുടെ നാവിൽ കൂടി ഇങ്ങനെ ഒഴുകി വന്നിരുന്നു കവികൾ. മുഅല്ലഖാത്തൊക്കെ അതിൽപ്പെട്ടതാണ്. കവിതയ്ക്ക് അവരുടെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം സബഉൽ മുഅല്ലഖാത്ത് എന്ന് പറയുന്ന കെട്ടിത്തൂക്കപ്പെട്ട 7 എണ്ണം എന്ന് പറയുന്ന കാവ്യസമാഹാരമുണ്ട്. കെട്ടിത്തൂക്കപ്പെട്ട 7 എണ്ണം. അതായത് ആ കവിതയിലെ ആശയവും, അതായത് മരുഭൂമികളെ വർണ്ണിക്കുന്നുണ്ട്, കുതിരകളെ വർണ്ണിക്കുന്നുണ്ട്, ഒട്ടകത്തെ വർണ്ണിക്കുന്നുണ്ട്, പുൽമേടുകളെ വർണ്ണിക്കുന്നുണ്ട്, മഴയെ വർണ്ണിക്കുന്നുണ്ട്, ആകാശത്തെ വർണ്ണിക്കുന്നുണ്ട്. പിന്നെ അവരുടെ കാമുകിമാരെ പറ്റി, അവരുടെ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും
വേർതിരിച്ച് വർണ്ണിക്കുന്നുണ്ട്. ആ വർണ്ണനയൊക്കെ വളരെ ഭാവനയുടെയും അതുപോലെ അറബി സാഹിത്യത്തിലെ പദപ്രയോഗങ്ങളുടെയും അങ്ങേ അറ്റത്തുള്ള വർണ്ണനകളും കാവ്യ വചനങ്ങളുമാണ്. ഇപ്പോൾ ഖുർആൻ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ ഖുർആനിലെ ഒരു പദത്തിന് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വിശദീകരിക്കുമ്പോൾ പണ്ട് ജാഹിലിയ കാലത്തുള്ള ആളുകൾ ചൊല്ലിയ കവിതയാണ് തെളിവായി പറയാം. കാരണം കവിത അറബി ഭാഷയുടെ അടിസ്ഥാനപരമായ ഭാഷയുടെ ഉത്ഭവമാണ് കവിത. അപ്പോൾ അങ്ങനെ കവിത ചൊല്ലി, അന്ന് എഴുത്തില്ലല്ലോ, കവിത ചൊല്ലുകയാണ്. അത് ചൊല്ലിയത് അവർ മനഃപ്പാടമാക്കും, അത് കേട്ടവരത് മനഃപ്പാടമാക്കും. അങ്ങനെയാണ് കഅബത്തിൽ കെട്ടി തൂക്കാൻ കാരണം 7 കവി, ഉംറുൽ ഖൈസ്, തൊറഫ, അതുപോലെ സുഹൈർ ബിൻ അബി സൽമ, അംർ ബിൻ കുൽസൂം, ഇങ്ങനെയുള്ള കുറേ പ്രധാനികളായി അവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഏറ്റവും വലിയ കാവ്യമായി അവർ കരുതിയിരുന്ന കവിതകളെ അവർ എഴുതിയിട്ട് കടലാസിലാക്കി, അന്നത്തെ ഓലകളിൽ എഴുതി ചുരുട്ടിയിട്ട് കഅബയിൽ തൂക്കിയിട്ടിരുന്നു. കഅബയിലാണ് അവർ ഏറ്റവും വില പിടിച്ച സാധനമൊക്കെ തൂക്കിയിടൽ. അത് കഅബയിൽ കൊണ്ടുപോയി വെക്കലാണ് ഏറ്റവും മുന്തിയ സാധനങ്ങളൊക്കെ. കഅബ ജാഹിലിയ കാലത്ത് തന്നെ അവരുടെ ഒരു ആരാധനാ കേന്ദ്രവുമാണ്. അവരുടെ പുണ്യവസ്തുക്കൾ എല്ലാം സൂക്ഷിക്കുന്ന കേന്ദ്രം കഅബയാണ്. കഅബയിൽ നേർച്ച വസ്തുക്കളും കൊണ്ടുപോയിട്ട് കഅബൻ്റെ ഉള്ളിലാണ് വെക്കൽ. അപ്പോൾ കഅബയിൽ തൂക്കിയിട്ടത് കൊണ്ടാണ് മുഅല്ലഖാത്ത്, കെട്ടിത്തൂക്കപ്പെട്ട കവിതകൾ എന്നാണ് അതിനെ പറയാം. ഇന്നും നമ്മുടെ അറബി ഭാഷ പഠിപ്പിക്കുമ്പോൾ, അറബി സാഹിത്യം പഠിപ്പിക്കുമ്പോൾ മുഅല്ലഖാത്ത് പഠിപ്പിക്കാറുണ്ട്. അത് ഭാഷയുടെ അടിസ്ഥാനമാണ്. അതിൻ്റെ ഭാവനകളൊക്കെ വളരെ വളരെ ഉയർന്ന ഭാവനകളാണ്. ആ ഭാവനകൾ ഇന്നൊന്നും മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഭാവനകൾ ആ കാട്ടറബികളായ ആളുകൾ പറഞ്ഞിരുന്നു എന്നാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കവിത ചെല്ലൽ, അവർ കള്ള് ഉള്ളിലെത്തിയാലാണ് കവിത വരൽ. അതാണ് ഇപ്പം അഖ്തൽ, ജരീർ പോലെയുള്ള ആളുകൾക്ക് കവിത വരണം എന്നുണ്ടെങ്കിൽ മദ്യപിച്ചിട്ട് വിവസ്ത്രരായി മരുഭൂമിയിൽ കിടന്ന് ഉരുളുമത്രേ. ആ ഉരുളുമ്പോഴാണ് കവിത വരിക. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു വലിയ സമാഹാരം അതങ്ങനെയാണ് ചൊല്ലും. അത് അവിടെ മനഃപ്പാടമാക്കും. അറബി സാഹിത്യത്തിൽ കവിതയുടെ ചരിത്രം വളരെ രസകരമാണ്, അത്ഭുതവുമാണ്. അള്ളാഹു അവർക്ക് കൊടുത്ത വലിയൊരു കഴിവായിരുന്നു കാവ്യം. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ ഇത് കവിതയുടെ ഒരു രുചി അവർക്കുണ്ട്, ഭാഷയുടെ മധുരം അവർക്കറിയാം. അപ്പോൾ കാവ്യാത്മകമായ പ്രാസമൊത്ത കാവ്യാത്മകമായ വചനങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് കവിത ഉംറുൽ ഖൈസും സുഹൈറും തറഫയും ഒക്കെ കഴിഞ്ഞു പോയിട്ടില്ലേ? അതുപോലത്തെ ഒരു ചങ്ങാതിയാണ് ഇദ്ദേഹവും. വെറും ഒരു കവിയാണ്, അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ വാക്കിന് അത്ര വലിയ പ്രാമാണികതൊന്നും കൽപ്പിക്കേണ്ടതില്ല എന്നവർ പറഞ്ഞിരുന്നു. അതിനെ അല്ലാഹു തആല എതിർക്കുകയാണ് ചെയ്തത്. കവിതയെയും കവികളെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കാരണം കവിത തിന്മയിലേക്കും അനാവശ്യമായ വർണ്ണനകളിലേക്കും ഭാവനകളിലേക്കും മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു ഒരു സാഹിത്യ ഭാഗമാണെന്നും അതുകൊണ്ട് കവിതയ്ക്ക് അത്ര വലിയ പരിഗണന ഇസ്ലാമിൽ കിട്ടിയിട്ടില്ല. മാത്രമല്ല ഈ ഖുർആൻ കാവ്യമാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കവിത തന്നെയാണ് പ്രവാചകൻ ഉപേക്ഷിച്ച മാതിരിയാണുള്ളത്. പിന്നീട് അന്നത്തെ ഒരു ആയുധമായിരുന്നു കവിത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കവിത ചൊല്ലിക്കൊണ്ടാണ് അവരാക്ഷേപിക്കുക. അവിടെയുള്ള അറബികൾ കവിത ചൊല്ലിക്കൊണ്ട് ആക്ഷേപിച്ചപ്പോൾ നബി പറഞ്ഞു കവിതയെ കവിത കൊണ്ട് തന്നെ തടുക്കണം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളിലുള്ള കവികളായ അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളോട് കവിതയ്ക്ക് കവിത കൊണ്ട് മറുപടി പറയാനാണ് പറഞ്ഞത്. അതിന് കാരണം പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ടൊരു കവിത ചൊല്ലിയാൽ അത് എല്ലാ മനുഷ്യൻ്റെയും നാവിന്മേൽ അതുണ്ടാകും. ഇന്ന് നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ട മാതിരി ഒരു കവിത കേട്ടാൽ അത് കേട്ടവരൊക്കെ അതങ്ങനെ ചൊല്ലി നബിയെപ്പറ്റി വളരെ ആക്ഷേപ കാവ്യങ്ങൾ പ്രചരിക്കും. അതിന് തടുക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം?
അതിന് മറുപടിയായിട്ട് വേറെ കവിതയില്ല. വേറെ കവിതയില്ലാൽ അവർ ആദ്യത്തെ കവിത മറന്നിട്ട് നബിയെ അനുകൂലിക്കുന്ന കവിതയ്ക്ക് പ്രാധാന്യം, അതാണ് പിന്നെ അവരെ നവമ ഉണ്ടാവുക. ഏറ്റവും ലൈവായിട്ടുള്ളതാണല്ലോ നമ്മൾ ഫോർവേഡ് ചെയ്യുക. അത് അവരുടെ ശൈലിയായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ ദിഫാഉൻ അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി കവിത അനുകൂലിച്ചു, കവിതയെ അംഗീകരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു റവാഹത്തിനോടൊക്കെ മറുപടി കവിത കൊണ്ട് പിന്നെ മറുപടി പറയ് എന്ന് പറഞ്ഞതായിട്ട് കാണാം. നിനക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടും, മറുപടി പറയുന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള നിർദ്ദേശിച്ചതായിട്ട് കാണാം. എന്നാൽ അധികമൊന്നും കവിതയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തില്ല. അതാണ് ഉള്ളത്. അപ്പോൾ ആ കവിതയെ ശുഅറാഉ, കവികൾ, യത്തബിഉഹും അൽഗാവൂൻ, അവരെ പിൻപറ്റുന്നത് തോന്നിവാസികളാണ്. എന്നാൽ മുഹമ്മദ് നബിയെ പിൻപറ്റിയത് തോന്നിവാസികളല്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും നല്ല ആളുകളാണ് മുഹമ്മദ് നബിയെ പിൻപറ്റിയത്. അപ്പോൾ പിന്നെ അങ്ങനെ അദ്ദേഹം കവി ആവുമല്ലോ. കവികളെ പിൻപറ്റൽ, ആ കവിതയുമായി ബന്ധപ്പെട്ട മദ്യവും മദിരാക്ഷിയുമായി കഴിയുന്ന ആളുകളാണ് കവികളെ പിൻപറ്റി നടക്കൽ. കവികളും അവരാണ്. മുഹമ്മദ് നബി കവിയല്ല, അദ്ദേഹത്തെ പിൻപറ്റിയവരൊക്കെ നല്ല മനുഷ്യരാണ് എന്നിങ്ങനെ കവിതയെ വ്യംഗ്യമായിട്ട് നിരാകരിക്കുകയാണ് ഈ സൂറത്തിൽ കൂടി. മുഹമ്മദ് നബി കവിയല്ല എന്ന് വരുത്താനും അത് അവരോട് സ്ഥാപിക്കാനും. പിന്നെന്താ ഖുർആനിനെ പറ്റി അങ്ങനെ അവർ പറയാൻ കാരണം, അത് ഖുർആനിൻ്റെ ഭാഷ, ആ പ്രാസവും ഖുർആനിൻ്റെ ഭാഷാ ശൈലിയും അത് കാവ്യമാണെന്ന് അവർക്ക് തോന്നി. അപ്പോൾ അതാണ് ഇതിൽ പരാമർശം. സൂറത്ത് ശുഅറാഇൻ്റെ പരാമർശം, അതിലങ്ങനെ ഒരു പരാമർശമുണ്ട്. അതാണ് ഇതിൻ്റെ പേര് വെക്കാൻ കാരണം. എന്നാലോ സൂറത്ത് ശുഅറായിൽ ചരിത്രമുണ്ട്, ഒരുപാട് നബിമാരുടെ ചരിത്രമുണ്ട്, വിശ്വാസകാര്യങ്ങളുണ്ട്, ആഖിറമുണ്ട്. നമ്മൾ കഴിഞ്ഞ സൂറത്തിലും അങ്ങനെ തന്നെയാണല്ലോ. ഒരുപാട് വിശ്വാസികളുടെ ഇബാദുർ റഹ്മാൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നത് പ്രാർത്ഥന നിർവഹിക്കണം എന്നതുകൊണ്ടാണ്. ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുക തന്നെ ഇല്ല എന്ന വചനത്തോടു കൂടിയാണ് സൂറത്തുൽ ഫുർഖാൻ അവസാനിച്ചത്. നമ്മളെല്ലാ അമലുകളും പ്രാർത്ഥനയോടുകൂടിയാണ് അവസാനിപ്പിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പടുത്തുയർത്തിയപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. നമ്മളെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥന. കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, എന്ന് തുടങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, എന്ന് പള്ളിയിലേക്ക് കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, നമസ്കാരത്തിൽ മൊത്തം പ്രാർത്ഥനകളാണ്. പിന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ ഭാര്യയെ സമീപിക്കുമ്പോൾ പോലും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതിലേക്ക് കടക്കേണ്ടത് എന്നാണ് നബി പറയുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. എല്ലാ സമയത്തും പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ഇല്ലെങ്കിൽ അല്ലാഹു തആല നമ്മളെ പരിഗണിക്കൂല. നമ്മൾ ഇപ്പോൾ നമസ്കാരത്തിൻ്റെ ശേഷം എല്ലാവരും ഒരു ഇമാം അവിടെ നിന്നിട്ട് വലിയൊരു പ്രാർത്ഥന ഇങ്ങനെ നീട്ടിച്ചൊല്ലുന്നു, മറ്റുള്ളവരൊക്കെ ആമീൻ എന്ന് പറയുന്നു എന്ന പ്രാർത്ഥന നബി പഠിപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്, പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടല്ല. അങ്ങനെ നബി നമസ്കാരത്തിൻ്റെ ശേഷം പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർ ആമീൻ പറയുകയും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല നബിയുടെ ചര്യയിൽ. എന്നാലോ പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമ്പോൾ മൗമൂമിങ്ങളോടല്ല സദസ്യരോട് ആമീൻ പറയാൻ കൽപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ നമസ്കാരത്തിൽ അങ്ങനെയില്ല. അപ്പോൾ ഒന്ന് നോക്കൂ, ഇമാമ് വലല്ലാലീൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രാർത്ഥനയാണല്ലോ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നമ്മളെല്ലാം ആമീൻ പറയുന്നു. അപ്പോൾ ആമീൻ പറയലും പ്രാർത്ഥിക്കലും ജീവിതത്തിൽ ആവശ്യമാണ്. അതില്ലെങ്കിൽ അള്ളാഹ് നമ്മൾ പരിഗണിക്കൂല. എന്നാലും പ്രാർത്ഥിക്കാൻ പറഞ്ഞിടത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് കാണിച്ചു തരാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നമസ്കാരത്തിൻ്റെ ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്, ഫർദ് നമസ്കാരങ്ങളുടെ ശേഷം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ എഴുന്നേറ്റ് പോവുകയല്ല വേണ്ടത്. ഒന്നുകിൽ അവിടെ ഇരുന്നിട്ട്, നീ എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ തന്നെ കഴിയുമെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ദിക്റുകളും തസ്ബീഹുകളും നമുക്ക് പടച്ചവനോട് പറയാനുള്ളത് സ്വകാര്യമായി പറയണം. കാരണം നമസ്കാരം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെയൊന്നും ഒരു ഫാത്തിഹ
അതുപോലെ ഇഖ്ലാസ് മുഅവ്വദത്തൈനി ഓതിക്കൊണ്ടുള്ള പ്രാർത്ഥന നബി നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, ഹദീസിലോടില്ല, എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കൽ നമ്മളല്ല, അത് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മളത് ചെയ്യാം. ഇപ്പം നമ്മൾ നോക്ക്, തവാഫിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊന്നാണല്ലോ തവാഫ്. ആ സമയത്ത് ആരും കൈ ഉയർത്തി പ്രാർത്ഥിക്കലില്ലല്ലോ, കൈ തൂക്കിയിട്ടിട്ടാണ് പ്രാർത്ഥിക്കുക. നേരെ മറിച്ച് തവാഫ് കഴിഞ്ഞ് നേരെ പോകൽ സഴീനാണ്. സഴീൻ്റെ അവിടെ സഫായുടെ കുന്നിൻ മുകളിൽ ചെന്നാൽ കൈ ഉയർത്തിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് നബി അങ്ങനെ ചെയ്തത്. പിന്നെ നബി കൈ തൂക്കിയിട്ടിട്ടാണ് മർവ വരെ നടക്കുമ്പോൾ പ്രാർത്ഥിച്ചത്. പിന്നെ അവിടെ എത്തുമ്പോൾ കൈ ഉയർത്തിയിട്ടാണ്. അപ്പോൾ കൈ ഉയർത്തേണ്ട സ്ഥലങ്ങളുണ്ട്, ഉയർത്താതിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് വേണ്ടത് വെച്ചാൽ നമ്മളോട് അള്ളാഹു തആല അള്ളാഹുവിൻ്റെ റസൂല് എന്താണോ മാതൃക കാണിച്ചത് ആ തരത്തിലുള്ള പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം. പ്രാർത്ഥന ഇല്ലാതെ അള്ളാഹു തആല ഒരു കാര്യം സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ ഖരിബു വസദ്ദിദു വഅലമു അന്നഹു ലൻ യൻജുവ അഹദും മിൻകും ബിഅമലിഹി. നിങ്ങൾ പരമാവധി അള്ളാഹുവിനോട് അടുക്കുന്ന തരത്തിലുള്ള മിതമായ പ്രവർത്തനങ്ങൾ ചെയ്യണം, നേരെ ചൊവ്വ ചെയ്യണം. നിങ്ങൾ അമൽ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണമെന്നില്ലെന്ന് മനസ്സിലാക്കുകയും വേണം. അമൽ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണമെന്നില്ല. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, നബിയെ നിങ്ങളും അമൽ ചെയ്തതുകൊണ്ട് രക്ഷപ്പെടുകയില്ലേ? ഞങ്ങളെക്കാളെല്ലാം അമൽ ചെയ്യുന്ന വ്യക്തിയാണല്ലോ താങ്കൾ. വല അൻത യാ റസൂലല്ലാഹ്, നിങ്ങളും അങ്ങനെ രക്ഷപ്പെടൂലേ എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞത് ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൽ. ഞാൻ അമലു ചെയ്തിട്ട് ആ അമൽ അള്ളാഹു സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവും കൊണ്ട് എന്നെ പുതക്കുകയും ചെയ്യാലല്ലാതെ ഞാനും രക്ഷപ്പെടൂല. അപ്പോൾ ആ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ ചോദിക്കണം. അതാണ് ഇബ്രാഹിം നബി കഅബ പടുത്തുയർത്തി അവസാനം ചോദിച്ചത്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. എല്ലാ പ്രവർത്തനത്തിലും അതിൻ്റെ അവസാനത്തിലൊരു പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം നമ്മൾ അതിനെ അവസാനിപ്പിക്കേണ്ടത്. മനസ്സിലെങ്കിലും നമുക്കൊരു പ്രാർത്ഥന വേണം. എല്ലാ സമയത്തും ഉണ്ടല്ലോ ജീവിതത്തിൽ പ്രാർത്ഥന. അപ്പം നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉണ്ടാവണം. അള്ളാഹുവേ, നീ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അതിൻ്റെ പ്രതിഫലം നൽകണമേ എന്നൊരു പ്രാർത്ഥന. അത് ഇപ്പം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇഖാമത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശാന്തമായി നിന്നിട്ട് നമ്മുടെ മനസ്സിൽ അതാണുള്ളത്, അള്ളാഹുവേ നിസ്കാരത്തിലേക്ക് കടക്കുകയാണ്, ഇത് നീ സ്വീകരിച്ച് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും എനിക്ക് തരണമേ എന്നൊരു മനസ്സ് നമ്മളുണ്ടെങ്കിൽ പിന്നെ നിസ്കരിക്കുമ്പോൾ വേറെ ഒന്നും ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കൂല. ആ മനസ്സ് നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ മനസ്സിൻ്റെ ഏകീകൃതമായ ഒരു മനസ്സിനെ പടച്ചവനിലേക്ക് നമ്മൾ കേന്ദ്രീകരിച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാകും. അപ്പോൾ അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ച് ഈ സൂറത്തിൻ്റെ തുടക്കം നബിയെ സമാധാനിപ്പിക്കുന്ന ഒരു വചനമാണ്. തുടങ്ങുന്നതിന് നബിയെ സമാധാനിപ്പിക്കുകയാണ്. അത് നമുക്ക് നോക്കാം. ത്വാസീം മീം, അതിൻ്റെ പ്രത്യേകമായ അർത്ഥങ്ങളൊന്നുമില്ല. അലിഫ് ലാം മീം എന്ന് പറഞ്ഞതുപോലെ ഹുറൂഫ് മുഖത്തായത്ത് ഒറ്റ അക്ഷരങ്ങളാണ്. ത്വാ സീന് മീം, സീൻ മീം, ത്വാ സീൻ മീം, അത് ഒന്നിച്ച് ത്വാസീം മീം. അതായത് ഇത്രയും ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് ഖുർആൻ ഉണ്ടായത്. ഖുർആൻ അല്ലാഹു തആല ഇറക്കിക്കൊടുക്കുന്നത് ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് എന്നാണ്. അറബികൾ സംസാരിക്കുന്ന ആ അക്ഷരം തന്നെയാണ് ഖുർആനിലുള്ളത്. എന്നാൽ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ആ അക്ഷരങ്ങൾ കൂട്ടിയിണക്കിയ ഖുർആൻ പോലെയുള്ള ഒരു ഖുർആൻ നിങ്ങൾ പറയാത്തത് എന്താണ്? നിങ്ങൾക്ക് എന്താ പറയാൻ കഴിയാത്തത് എന്നൊരു വെല്ലുവിളി കൂടി അതിലുണ്ട് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെപ്പറ്റി പറയുന്നത്. അല്ലാതെ പ്രത്യേകമായ അർത്ഥമൊന്നും ഇതിലില്ല. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, അത് ആ പറയുന്ന കാര്യങ്ങൾ ആയാത്തുൽ കിതാബിൽ മുബീൻ, വ്യക്തമായ രേഖയിലെ ആയത്തുകളാണ്, സൂക്തങ്ങളാണ്.
അൽ കിതാബുൽ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഒരു രേഖ, അത് പരിശുദ്ധ ഖുർആനാണ്. അതല്ലെങ്കിൽ ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന അതിൻ്റെ സ്രോതസ്സായ ലൗഹുൽ മഹ്ഫൂദാണ്. ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള വ്യക്തമായി ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന ആ രേഖയിലുള്ള സൂക്തങ്ങളാണ് അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഓതി കേൾപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതാണ്. ഇവിടെ ഒരു സൂചനയുള്ളത്, അള്ളാഹുവിൻ്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് മനസ്സിലാവാത്തതോ ബുദ്ധിയുള്ളവർക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നതോ ആയ നിഗൂഢമായ ഒരു ആശയങ്ങളല്ല. അത് മുബീനാണ്, എല്ലാവർക്കും മനസ്സിലാകാവുന്ന നാടോടിയായ അറബിക്കും എന്നാൽ വലിയ പണ്ഡിതനായ ആളുകൾക്കും എല്ലാം മനസ്സിലാക്കാവുന്ന ഒരു രേഖയാണ് ഈ ഖുർആനിലുള്ളത്. എന്നിട്ട് ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനൂ മുഅ്മിനീൻ. ലഅല്ലക ബാഖിഉൻ നഫ്സക, നീ നിൻ്റെ ശരീരത്തെ, നിൻ്റെ നഫ്സിനെ നീ നശിപ്പിച്ചേക്കും, നിൻ്റെ നഫ്സിനെ നീ നശിപ്പിച്ചേക്കും. അല്ലാ യകൂനൂ മുഅ്മിനീൻ, അവർ വിശ്വാസികളാകാതിരുന്നതിനാൽ. പ്രവാചകന് മക്കയിലുള്ള മുഴുവൻ ആളുകളും പ്രത്യേകിച്ചും തൻ്റെ കുടുംബങ്ങളടക്കം എല്ലാവരും വിശ്വാസികളാവണം എന്നാണ് നബിയുടെ ആഗ്രഹം. ആ ആഗ്രഹം നടക്കാതിരിക്കുന്നത് കൊണ്ട് അവരെത്ര പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ലല്ലോ എന്നതിൽ നബിക്ക് ദുഃഖമുണ്ട്. അങ്ങനെ ദുഃഖിച്ച് നീ ആകെക്കൂടിയും നിൻ്റെ ശരീരത്തിനെ തന്നെ പീഡിപ്പിച്ചേക്കാം, വിഷമിപ്പിച്ചേക്കാം, നശിപ്പിച്ചേക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും വേണ്ട. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനൂ മുഅ്മിനീൻ. ആളുകൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അതിൽ ദുഃഖിക്കുകയോ അതിനു വേണ്ടി സ്വയം വേദനിക്കുകയോ ചെയ്യേണ്ടതില്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. നീ ജനങ്ങളോട് ഉപദേശിച്ചു കൊടുക്കുക, നീ ഉപദേശിച്ചു കൊടുക്കുന്നവൻ മാത്രമാണ്. അവരുടെ മേൽ ഒരു അധികാരം പ്രയോഗിച്ചുകൊണ്ട് അവരെ അള്ളാഹുവിൻ്റെ മരത്തിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത നിനക്കില്ല. നമ്മൾ വിചാരിക്കുന്നൊരു കാര്യമാണ് ശരിയാകാതിരുന്നാൽ നമ്മൾ അസ്വസ്ഥമായി, നമുക്ക് പ്രയാസമുണ്ടായി, നമ്മൾ ആകെ കൂടിയും പല്ലിളിച്ച് കാട്ടി വിഷമം പ്രകടിപ്പിക്കാറുണ്ട്. അതിൻ്റെയൊന്നും ആവശ്യമില്ല ദീനീ പ്രബോധന കാര്യത്തിൽ. നേരെ മറിച്ച് നമ്മൾ ആത്മാർത്ഥമായി ഉള്ളതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ആളുകൾ വേണമെങ്കിൽ വിശ്വസിച്ചോട്ടെ, വ്യക്തമാണ് ഖുർആനിൻ്റെ ആശയങ്ങളും നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ. ഒരു നിഗൂഢമായ ഒന്നും ഖുർആനിലില്ല. അപ്പോൾ അത് അവർ ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനൂ മുഅ്മിനീൻ, അവർ വിശ്വാസികളാകാതിരുന്നതിനാൽ നിൻ്റെ ശരീരത്തെ തന്നെ നീ നശിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ നിനക്ക് അങ്ങനൊരു പ്രയാസം തോന്നുന്നുണ്ടായേക്കാം. എന്നാ അതൊന്നും വേണ്ട. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ നബിയോടിങ്ങനെ ചോദിക്കുകയാണ് ഓരോരോ ദൃഷ്ടാന്തങ്ങൾ. നീ സത്യവാനാണെങ്കിൽ ഞങ്ങൾക്കിവിടെ പുഴ ഒഴുകി തരട്ടെ, ഇവിടെ വെള്ളമില്ല, നമുക്കൊരു പുഴ ഉണ്ടാക്കി തരണം, ഇവിടെ നിനക്കൊരു സ്വർണ്ണക്കൊട്ടാരം ഉണ്ടാക്കണം, ആകാശത്ത് നിന്നൊരു ഗ്രന്ഥം ഇങ്ങനെ ഞങ്ങളുടെ കൈകളിലേക്ക് ഇറക്കിത്തരണം. അങ്ങനെ അനാവശ്യമായി പ്രവാചകനോട് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി പലതും അവർ ചോദിച്ചിരുന്നു. അതൊന്നും നബിക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നബി വളരെ അസ്വസ്ഥതയും വിഷമവും പ്രകടിപ്പിച്ചിരുന്നു. അപ്പോഴാണ് അല്ലാഹ് പറയുന്നത്, ഇന്നശഅ നുനസ്സിൽ അലൈഹിം, ഇന്നശഅ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, നുനസ്സിൽ അലൈഹിം അവരുടെ മേൽ നാം ഇറക്കിക്കൊടുക്കുമായിരുന്നു, മിനസ്സമായി ആകാശത്ത് നിന്ന്, ആയത്തൻ ഒരു ദൃഷ്ടാന്തം. അവർക്ക് കിതാബ് വേണം, ഞങ്ങൾക്കൊരു കിതാബ്, ഒരു വേദഗ്രന്ഥം ഞങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരട്ടെ. അതുപോലെ നീ ദരിദ്രനാണല്ലോ, നീ ഒരു സ്വർണ്ണക്കൊട്ടാരത്തിൽ ജീവിക്കുന്നത് ഞങ്ങളൊന്ന് കാണിച്ചു കാത്താ, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അവർ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആകാശത്ത് നിന്ന് ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നാം ഇറക്കിക്കൊടുക്കുമായിരുന്നു. ഫളല്ലത്ത് അയനാഖുഹും ലഹാ ഖാദിഈൻ, എന്നിട്ട് അവരുടെ പിരടികൾ, ഒനുക്ക് പിരടിയാണ്, അയനാക്ക് അവരുടെ പിരടികൾ, ലഹാ ഖാദിഈൻ അതിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഞാൻ വിചാരിക്കുകയാണെങ്കിൽ അവർ ചോദിക്കുന്നതൊക്കെ ഇങ്ങനെ കൊടുത്ത് അതൊക്കെ കണ്ട്
അവർക്ക് ബോധ്യപ്പെട്ട് അതിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യുന്നില്ല. നീ ഉപദേശിച്ചു കൊടുക്കുക. ആ ഉപദേശം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് അതവർ പ്രയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അത്രയും നമുക്ക് ബാധ്യതയുള്ളൂ. ഇപ്പോൾ ദഅവത്തിൻ്റെ കാര്യത്തിൽ, മതപ്രബോധനത്തിൻ്റെ കാര്യത്തിലൊക്കെ അത്രയേ ഉള്ളൂ. ആരെയും എന്തെങ്കിലും പണം കൊടുത്തിട്ടോ സ്വാധീനിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ മതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരാവശ്യം ഇസ്ലാമിലില്ല. ഇസ്ലാം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരാളെയും മതത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു നിർബന്ധിതാവസ്ഥയില്ല. ഭീഷണിപ്പെടുത്തിയ ഒരാൾ, നമ്മളെ പേടിച്ചിട്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് വിചാരിക്കുക, ആ ഇസ്ലാം അള്ളാഹ് സ്വീകരിക്കുമല്ലോ. കാരണം ഇവനെ അള്ളാഹിനെ പേടിച്ചിട്ടല്ല വന്നത്. അല്ലെങ്കിൽ മറ്റൊരാളെ മതത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും അവന് ജീവിത സൗകര്യങ്ങൾ കൊടുത്തിട്ടും അവനെന്തെങ്കിലും നല്ല വിഭവങ്ങൾ കൊടുത്തിട്ടും അവനെ നമ്മൾ സ്വാധീനിച്ചു കൊണ്ട് മതത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതൊന്നും ആവശ്യമില്ല. നമ്മൾ ഉപദേശിച്ചു കൊടുക്കുക. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, ഉപദേശിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ ബാധ്യത, ഒരു പ്രബോധകൻ്റെ, മതപ്രബോധനത്തിൻ്റെ ഒരു രീതി. പക്ഷെ നമ്മൾ ഉപദേശിക്കണം. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമ്മൾ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതൊരു ബാധ്യതയാണ്. അതാണ് നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് ബോധ്യമാകുന്ന വിധത്തിലൊരു ദൃഷ്ടാന്തം കാണിച്ച് അവരതിന് കീഴ്പ്പെടുത്തുന്ന വിധത്തിലായേക്കാം. പക്ഷേ അങ്ങനെയല്ല നമ്മൾ പ്രബോധനത്തെ ജനങ്ങളെ പറഞ്ഞ് അവരെ ഉത്തരം മുട്ടിച്ചിട്ട് മതത്തിലേക്ക് കൊണ്ടുവരാനല്ല അള്ളാഹു ഉദ്ദേശിച്ചത്. പിന്നെ വമാ യഅ്തീഹിം മിൻ ദിക്രിൻ മിനർ റഹ്മാൻ, വമാ യഅ്തീഹിം അവർക്ക് വരുന്നില്ല, മിൻ ദിക്രിൻ മിനർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു ഉത്ബോധനവും അവർക്ക് വരുന്നില്ല. മുഹദസിൻ, പുതിയതായിട്ടുള്ള ഒരു ഉത്ബോധനവും അവർക്ക് വന്നിട്ടില്ല. ഇല്ലാ കാനു അൻഹു മുഅ്രിദീൻ, അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞിട്ട് കളഞ്ഞിട്ടല്ലാതെ. പ്രവാചകൻ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജീവിതത്തിൽ അവർക്ക് വരുന്ന ഓരോ വിഷയത്തിലും അവർക്കറിയാത്ത കാര്യങ്ങൾ നബി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്ത് ഉപദേശം പഠിപ്പിച്ചു കൊടുത്താലും ഒരു വിഭാഗം ആളുകൾ ഇറാദ് ചെയ്യുന്നു, അതായത് അവർ പിന്തിരിഞ്ഞ് കളയുന്നു. അങ്ങനെയല്ലാതെ പിന്തിരിഞ്ഞ് കളഞ്ഞിട്ടല്ലാതെ അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളൊന്നും അവർക്ക് വരുന്നില്ല. ഫഖദ് കദ്ദബു, തീർച്ചയായും അവർ കളവാക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു വിഭാഗത്തെ പറ്റിയാണ് ഇത് പറയുന്നത്. ഫഖദ് കദ്ദബു, തീർച്ചയായും അവർ കളവാക്കി. ഫസയഅ്തീഹിം, അതിനാൽ സയഅ്തീഹിം, പിന്നീട് അവർക്ക് വന്നെത്തുന്നതാണ് അംബാഉ, വിവരങ്ങൾ. വിവരമറിയുമെന്നറിയാലോ. ഞാൻ പറഞ്ഞത് നീ ചെയ്തിട്ടില്ലെങ്കിൽ വിവരമറിയും എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് പണിയും. ഫഖദ് കദ്ദബു, അവർ കളവാക്കി. ഫസയഅ്തീഹിം, പിന്നീട്, അതിനാൽ പിന്നീട് അവർക്ക് വരുക തന്നെ ചെയ്യും. അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർ പരിഹസിച്ചിരുന്ന ആ കാര്യങ്ങളെപ്പറ്റിയുള്ള കൃത്യമായ നബഉകൾ, അറിവുകൾ. നബ എന്ന് പറഞ്ഞാൽ വിവരം. അവർ എന്തൊന്നിനെയാണോ പരിഹസിച്ചിരുന്നത് അതിനെപ്പറ്റിയുള്ള അംബാഉകൾ, കൃത്യമായ വിവരങ്ങൾ അവർക്ക് പിന്നീട് കിട്ടും. അതായത് നമ്മൾ എന്തൊന്നിനെ പരിഹസിച്ചാലും ആ പരിഹസിക്കപ്പെട്ടത് സത്യത്തിനെയാണ് പരിഹസിച്ചതെങ്കിൽ അത് സത്യമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയം നമുക്ക് വരും. അതെല്ലാവർക്കും വരും. അപ്പം നമ്മൾ നല്ലത് ചെയ്യാൻ വിചാരിച്ചിട്ട് കാര്യമുണ്ടായിരിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ ഒരു താക്കീതാണ്. അതായത് നബിയെ സമാധാനിപ്പിക്കുകയാണ്. അവർ വിശ്വാസത്തിലേക്ക് വരാത്തതിൽ നിങ്ങൾ സ്വന്തം ശരീരത്തെ വേദനിച്ച് ബുദ്ധിമുട്ടി നിങ്ങൾ നീറിപ്പുകഞ്ഞ് നശിക്കേണ്ടതില്ല. നിങ്ങൾ ഉപദേശിച്ചു കൊടുത്താൽ മതി. പഠിച്ചോൻ വിചാരിക്കുകയാണെങ്കിൽ അവർ ചോദിക്കുന്നതൊക്കെ കൊടുത്ത് അവർക്ക് ബോധ്യപ്പെടുത്താൻ അള്ളാഹ്ക്ക് കഴിയുമല്ലോ. അങ്ങനെയല്ല പ്രബോധനം അള്ളാഹ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അവർക്ക് ഏതൊരു ഉത്ബോധനം വന്നാലും അവർ ഇല്ലാ കാനു അൻഹു മുഅ്രിദീൻ, തിരിഞ്ഞു കളയുന്നവരാണവർ. അങ്ങനെയുള്ളൊരു വിഭാഗമായി അവരെ അല്ലാഹു തആല മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ എന്തൊക്കെ പരിഹസിച്ചിരുന്നോ ആ പരിഹസിച്ചിരുന്നതിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ അവർക്ക് വരും എന്ന്
നബിയെ സമാധാനിപ്പിക്കുകയും അതുകൊണ്ട് വിഷമിക്കേണ്ട പ്രബോധനവുമായി മുന്നോട്ട് പോകുക. അവർ പരിഹസിക്കുന്നുണ്ടെങ്കിലും തിരിഞ്ഞു കളയുന്നുണ്ടെങ്കിലും അവർക്ക് അതിൻ്റെ വിവരം പിന്നീട് അറിയും എന്നാണ് ഇതിലുള്ളത്. നമുക്കുള്ള പാഠം എന്താണെന്ന് പറഞ്ഞാൽ, എങ്ങനെ ജീവിച്ചാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ വിവരം അള്ളാഹ് നമ്മളെ പിന്നീട് അറിയിക്കും. അത് എപ്പോഴെങ്കിലും അതിനെപ്പറ്റി നമുക്ക് അള്ളാഹ് ബോധ്യപ്പെടുത്തി തരും. ഉൽപ്പം മരണശേഷമായിരിക്കാം, ഒന്നുകിൽ അല്ലെങ്കിൽ മരിക്കുന്ന സന്ദർഭത്തിലായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിലായിരിക്കാം. പഠിച്ചവനെ ചെയ്യായിരുന്നു, ജീവിതം നഷ്ടപ്പെട്ടല്ലോ, നമ്മൾ കഴിഞ്ഞു പോയ 10, 50, 80, 60 അല്ലെങ്കിൽ 30 ഒക്കെ കാലത്ത് ഇങ്ങനെയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ പഠിച്ചവനെ ചെയ്യായിരുന്നല്ലോ, എന്താ കാട്ടുക, ഞാൻ ചെയ്തു പോയില്ല, നഷ്ടപ്പെട്ടു പോയി എന്ന ഒരു തിരിച്ചറിവ് എല്ലാവർക്കും വരും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു ദിവസം സക്കാത്തിനെ പറ്റി അതിൻ്റെ ഗൗരവമായി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വളരെ വിഷമത്തോടു കൂടി അദ്ദേഹം ചോദിച്ചു, ഞാനെന്ത് വേണം, ഞാൻ ഇത്ര കാലം ഒരു പൈസയും സക്കാത്ത് കൊടുത്തിട്ടില്ല, എന്താ ചെയ്യുക? അപ്പോൾ ഒരു തിരിച്ചറിവ് വന്നു. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ തന്നെ മനുഷ്യനെ അല്ലാഹു തആല മാറ്റും. അപ്പോൾ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഒന്നുകിൽ ജീവിതകാലത്ത് വരും. അത് വന്നാൽ ഭാഗ്യമാണ്. ആ തിരിച്ചറിവിൽ കൂടി നമുക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാം. അതല്ല, ഒരു തിരിച്ചറിവും ഇല്ലാതെ നമ്മൾ പോകുന്ന വഴിക്ക് എന്നെങ്ങനെ അന്ധന്മാരായി അല്ലെങ്കിൽ നമുക്ക് അശ്രദ്ധരായി നമ്മളങ്ങനെ പോയി കഴിയുമ്പോൾ അവസാനം മരണസമയത്തെങ്കിലും നമ്മൾ തിരിച്ചറിവുണ്ടാകും. അതാണ് നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ആശയം. ആ തിരിച്ചറിവ് കിട്ടുന്നതിൻ്റെ മുമ്പ് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മളെ ജീവിതത്തെ മാറ്റിയെടുക്കുക. അതിന് പറ്റിയ സമയമാണ്. പരിശുദ്ധ റമളാൻ വരികയാണ്. ജീവിതത്തിൽ തിരുത്തേണ്ടതെല്ലാം തിരുത്തി ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പറ്റുന്ന കാലമാണ്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകളിലേക്ക് തിരിച്ചു വരാനും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും തിന്മകളുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള ഒരു തുടക്കം കുറിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി അവലം യറൗ ഇലൽ അർളി കം അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. അവലം യറൗ ഇലൽ അർളി, അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? കം അംബത്നാ, അവർ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. അതായത് മനുഷ്യൻ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ ധിക്കാരവും അശ്രദ്ധയുമായി നടക്കുന്ന മനുഷ്യനോടാണ് അവലം യറൗ ഇലൽ അർളി, അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? കം അംബത്തിന, എത്രയാണ് നാം ആ ഭൂമിയിൽ മുളപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഫിഹ, ആ ഭൂമിയിൽ എത്രയാണ് നാം മുളപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നത്? മിൻ കുല്ലി സൗജിൻ കരീം, എല്ലാ നല്ല ഇണകളിൽ നിന്നും, അതായത് ചെടികളുടെ സൗജ്, എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല വഖലഖനാകും അസ്വാജ, ഇണകളായിട്ടാണ് നാം സൃഷ്ടിച്ചത് എന്നും ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം ഇണകളാണ് എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എല്ലാ വസ്തുക്കളും സൗജുകളാണ്, ഇണകളാണ്. അപ്പോൾ എല്ലാ ഇണകളെയും അല്ലാഹു തആല അതിൽ മുളപ്പിച്ചു വെച്ചു. ഭൂമിയിലേക്ക് നോക്കൂ, അതിലുള്ള ചെടികൾ, അത് പലതും എത്രയെത്ര ചെടികളാണ്. മിൻ കുല്ലി സൗജിൻ കരീം, കരീം എന്ന് പറഞ്ഞാൽ നല്ലത്, നല്ല ഏറ്റവും മുന്തിയ തരത്തിലുള്ള, എല്ലാ കാണാൻ കൊള്ളാവുന്ന ഭംഗിയുള്ളതും മുന്തിയ തരത്തിലുള്ളതുമായ എത്രയെത്ര നബാത്തുകളാണ്, എത്രയെത്ര ചെടികളാണ് നാം അതിൽ മുളപ്പിച്ച് വെച്ചിട്ടുള്ളത്. അതൊന്നും മനുഷ്യൻ ചെയ്തതല്ലല്ലോ, അള്ളാഹുവിൻ്റെ കഴിവാണല്ലോ. അതൊന്ന് നോക്കിക്കൂടെ? ഇന്ന ഫീ ദാലിക ലആയ, അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ഭൂമി പച്ചപ്പുണ്ടാവുകയും മുളക്കുകയും മരവും ചെടികളും നമുക്ക് ഉപകാരപ്രദമായതും ഒക്കെ അല്ലാഹു തആല ഭൂമിയിൽ ഉണ്ടാക്കി തന്നതിൽ ശരിക്കും ദൃഷ്ടാന്തമുണ്ട്. നമ്മളെന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായതുകൊണ്ട് നമുക്കതിലൊരു പുതുമ തോന്നുന്നില്ലെങ്കിലും അല്ലാഹു ഭൂമിയിൽ സംവിധാനിച്ച ഈ കാര്യത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇന്ന ഫീ ദാലിക ലആയ, തീർച്ചയായും അതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്. എന്താ ദൃഷ്ടാന്തം? അതൊന്നും മനുഷ്യൻ ചെയ്യുന്നതല്ല, അള്ളാഹുവിൻ്റെ
നേർക്കുനേരെയുള്ള ഇടപെടലുകൾ കൊണ്ടാണ് ഈ ഭൂമിയിൽ മുളച്ചു പൊങ്ങുന്നതും മുളച്ചു പൊങ്ങാത്ത ഭൂമി, മരുഭൂമി, വരണ്ട ഭൂമിയുള്ളതും അതെല്ലാം പച്ചപ്പുള്ള ഭൂമിയുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഇനി ഒമാഖാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ അധിക പേരും വിശ്വാസികളല്ല. പലരും ഇത് ചിന്തിച്ച് വിശ്വസിക്കുന്നില്ല. വ ഇന്ന റബ്ബക, തീർച്ചയായും നിൻ്റെ രക്ഷിതാവ്, ലഹുവൽ അസീസുർ റഹീം, അവൻ പ്രതാപിയും കാരുണ്യവാനും തന്നെയാണ്. അള്ളാഹുവിൻ്റെ ആ രണ്ട് സിഫത്തുകളാണ്. ഇസ്സത്തുള്ളവൻ, പ്രതാപി, എല്ലാവരെക്കാളും മികച്ചു നിൽക്കുന്നവനായ പ്രതാപിയാണവൻ. അവൻ മനുഷ്യരോട് കരുണയുള്ളവനാണ്. അള്ളാഹുവിൻ്റെ പ്രതാപം വെച്ച് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്താനോ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ, അള്ളാഹു നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് അർഹതയോ നമുക്കില്ല. അത്രമാത്രം താഴേക്കടയിലുള്ള ദുർബലന്മാരാണ് മനുഷ്യൻ. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അള്ളാഹ് അസീസാണ്, എന്നാൽ അള്ളാഹ് റഹീമാണ്, കാരുണ്യവാനാണ്. അപ്പോൾ എത്ര ഇസ്സത്തും മഹത്വമുള്ളവനാണെങ്കിലും നമുക്ക് കാരുണ്യം വർഷിച്ചു തരുന്നവനാണവൻ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ അങ്ങനെയൊന്നും ജീവിക്കണ്ട, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വിശ്വാസികളായി മാറിയാൽ എന്നാണ് ഈ സിഫത്തുകളിൽ കൂടിയും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി ചരിത്രത്തിലേക്കാണ് കടക്കുന്നത്. وَإِذْ نَادَى رَبُّكَ مُوسَىٰ أَنِ ائْتِ الْقَوْمَ الظَّالِمِينَ وَإِذْ نَادَى رَبُّكَ, നിന്റെ രക്ഷിതാവ് വിളിച്ചു പറഞ്ഞപ്പോൾ, മൂസാ നബി അലൈഹിസ്സലാമിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ, അനിഇത്തിൽ അൻ എന്തെന്നാൽ ഇഇത്തിൽ ഖൗമൽ-ളാലിമീൻ, അക്രമികളായ ആളുകളുടെ അടുത്തേക്ക് ചെല്ല്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കകാലം ഖുർആൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഫിറഔൻ്റെ നാട്ടിലാണ് ജനിച്ചത്, ഫിറൗൻ്റെ ഭരണപ്രദേശത്താണ് അദ്ദേഹം വളർന്നത്, ഫിറൗൻ്റെ കൊട്ടാരത്തിലാണ് അദ്ദേഹം ചെറുപ്പത്തിൽ ജീവിച്ചത്. അതിൻ്റെ ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ ചില കാരണങ്ങളാൽ അവിടെ നിന്ന് നാട് വിട്ടു. പിന്നീട് മദിയനിൽ പോയി അവിടെ താമസിച്ചു, അവിടെ നിന്ന് വിവാഹം ചെയ്തു. എന്നിട്ട് അള്ളാഹു മൂസാ നബിയെ വിളിച്ചു എന്ന് പറഞ്ഞാൽ മൂസാ നബിക്ക് വഹി കൊടുക്കുകയാണ്. അനിഇത്തിൽ ഖൗമൽ-ളാലിമീൻ, ആ അക്രമികളായ ഖൗമിൻ്റെ ജനതയുടെ അടുക്കലേക്ക് ചെല്ല്. എന്നിട്ട് അതായത് ഖൗമ ഫിർഔന, ഫിർഔനിൻ്റെ സമൂഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ല്. അലാ യത്തഖൂൻ, അവർ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ എന്ന് അവരോട് പറയുക. പ്രബോധനത്തിനുള്ള കൽപ്പനയാണ്. അപ്പോൾ മൂസാ നബിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലം പടില്ല. ആ പ്രബോധനം കിട്ടിയിട്ട് ഫിറൗൻ്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള കൽപ്പന മുതലാണ് ഈ ഒരു ആയത്തുകൾ വരുന്നത്. അലാ യത്തഖൂൻ, അവർ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ എന്ന് അവരോട് പറയാൻ വേണ്ടി ആ ളാലിമീങ്ങളായ ആളുകളുടെ അടുക്കലേക്ക് ചെല്ല് എന്ന് മൂസാ നബിയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ സന്ദർഭം. ഖാല, അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ. സാധാരണ ഒരു മനുഷ്യനുണ്ടാവുന്ന ആ ഭയപ്പാടും ആ ഭീരുത്വമൊക്കെ മൂസാ നബിയും അവിടെ കാണിക്കുകയാണ്. കാരണം ഫിറൗൻ്റെ നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയതാണ്. അവൻ മഹാശക്തനാണെന്ന് അറിയുന്ന ആളാണ് മൂസാ നബി. അദ്ദേഹം ഒറ്റയാണെന്നും മൂസാ നബിക്കറിയാം. അതുകൊണ്ട് മൂസാ നബി പറഞ്ഞു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്നി അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, അൻ യുകദ്ദിബൂനി, അവരെന്നെ കളമാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വയളീഖു സദ്രി, എൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോകുന്നു. വലാ യന്തലിഖു ലിസാനി, എൻ്റെ നാവുകൾ പ്രവർത്തനക്ഷമമാകുന്നില്ല. ഇന്തലക്ക എന്ന് പറഞ്ഞാൽ അത് ഒഴുക്ക് കിട്ടുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ നാവിന് ഒരു സംസാരത്തിന് ഇടർച്ചയുണ്ടായിരുന്നു. ആ ഇടർച്ച, വലാ യന്തലിഖു ലിസാനി, എൻ്റെ ലിസാനിന്, എൻ്റെ നാവിന് ഒഴുക്ക് ലഭിക്കുന്നില്ല. എൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോകുന്നു പേടിച്ചിട്ട്. എങ്ങനെ ഞാൻ ചെല്ലുക ഫിറൗൻ്റെ അടുത്തേക്ക്? അവിടുന്ന് എന്നെ കൊല്ലാൻ വേണ്ടി വിധിച്ചതാണ് ഫിറൗൻ, അവിടുന്ന് ഒളിച്ചോടി പോന്നതാണ്. ഇനി അവിടേക്ക് ചെല്ലുമ്പോൾ മാനസികമായി ഇടുക്കം തോന്നുന്നുണ്ട്. വലാ യന്തലിഖു ലിസാനി, എൻ്റെ നാവിന് ഒഴുക്ക് കിട്ടുന്നില്ല. എനിക്ക് മര്യാദക്ക് അവരോടൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള നാവിൻ്റെ ശക്തി എനിക്കില്ല.
മൂസാ നബി അള്ളാഹുവിനോട് പരാതി പറയാം. നോക്കൂ നിങ്ങൾ, ഒരു നബിയാണ് ഇത്രമാത്രം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്നത്. അങ്ങനെയൊക്കെ പ്രയാസം ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും അവിടെ ചെന്ന് പ്രബോധനം നടത്താൻ അള്ളാഹ് മൂസാ നബിനോട് പിന്നെയും കൽപ്പിക്കാണ്. അദ്ദേഹം ചോദിച്ചു, ഫ അർസിൽ, അതുകൊണ്ട് അള്ളാഹുവേ നീ അയക്കണം, ഇലാ ഹാറൂൻ, ഹാറൂൻ്റെ അടുക്കലേക്ക് കൂടി നീ നിൻ്റെ ദൗത്യം അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൂടി പ്രവാചകനാക്കണം. നിൻ്റെ വഹയ്യ് ഹാറൂന് കൂടി കൊടുത്ത് എനിക്ക് നീ ഒരു സഹായിയായിട്ട് ഹാറൂനെ തരണം. അതാണ് ഫ അർസിൽ ഇലാ ഹാറൂൻ, ഹാറൂനിലേക്കും നീ ഈ റിസാലത്ത് അയച്ചു കൊടുക്കണം. എനിക്ക് തന്ന പ്രവാചകത്വം ഹാറൂൻ, എൻ്റെ സഹോദരനായ ഹാറൂനിന് കൂടി നീ കൊടുക്കണം എന്ന് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. അതാണ്. ഇല്ല, അത് മൂസാ നബിയും അള്ളാഹുവും തമ്മിലുള്ള കാണാത്ത ഒരു ബന്ധമാണ്. ആ തുർസീനാ പർവ്വതത്തിൽ പോയി അവിടെ സംസാരിച്ചല്ലോ, അതാണ് കലീമുള്ള, അള്ളാഹിനോട് സംസാരിച്ചു, അള്ളാഹുവിൻ്റെ അശരീരി കേട്ടു എന്ന്. അപ്പം അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, അതാണ് അർസിൽ ഹാറൂൻ. എന്നിട്ട് മൂസാ നബി പറയാണ്, എൻ്റെ മനസ്സ് ഇടുങ്ങിപ്പോകുന്നു, നാവ് ഒഴുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താ? വലഹും അലയ്യ ദമ്പുൻ, വലഹും അവർക്കുണ്ട്, അലയ്യ എൻ്റെ മേൽ ദമ്പുൻ ഒരു കുറ്റം ആരോപിക്കാൻ, അവർക്ക് എൻ്റെ മേലൊരു കുറ്റം പറയാനുണ്ട്, ഒരു കുറ്റം ആരോപിക്കാനുണ്ട്. ഫ അഖാഫു അൻ യഖ്തുലൂൻ, അവരെന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ കുറ്റം എന്താണ്? ഖിബ്തിയായ ഫിർഔനിൻ്റെ അനുയായികളിൽപ്പെട്ട ഒരു ഖിബ്തിയായ കോപ്റ്റിക് വംശജനെ മൂസാ നബി അലൈഹിസ്സലാം കൊന്നിട്ടുണ്ട്. കൊന്നത് പറഞ്ഞാൽ അദ്ദേഹം അടിച്ചു. ഒരു സന്ദർഭത്തിൽ ഈജിപ്തിൽ വെച്ച് അദ്ദേഹത്തെ അടിച്ചപ്പോൾ അയാൾ മരിച്ചുപോയി. വലിയ അടിയായിരുന്നു അടിച്ചത്. ആ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ ഫിറഔൻ ഒരുങ്ങുമ്പോഴാണ് മൂസാ നബി അവിടുന്ന് രക്ഷപ്പെട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രവാചകൻ ഒരാളെ കൊന്ന കുറ്റവാളിയാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ആ ശരീഅത്തനുസരിച്ച് അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. അത് നമ്മുടെ ശരീഅത്തിൻ്റെ കീഴിലല്ലല്ലോ. അന്ന് മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനും അല്ല ഈ ഖിബ്തിയെ കൊന്നപ്പോൾ. പക്ഷെ അത് അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഞാൻ ഇനി തിരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ വലഹും അലയ്യ ദമ്പുൻ, എൻ്റെ മേൽ അവർക്ക് ഒരു കുറ്റമുണ്ടെന്ന് പറഞ്ഞാൽ കുറ്റം ആരോപിക്കാനുണ്ടല്ലോ. വലഹും അലയ്യ ദമ്പുൻ, എൻ്റെ മേൽ അവർക്കൊരു കുറ്റം ആരോപിക്കാനുണ്ട്. ഫ അഖാഫു അൻ യഖ്തുലൂൻ, എന്നെ അവർ കൊല്ലുമെന്ന്, അൻ യഖ്തുലൂനീന, എന്നെ അവർ കൊല്ലുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞ് മൂസാ നബി ഒരു ഭീരുത്വം അള്ളാഹുവിനോട് പറയാണ്. അങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ടല്ലോ, മിണ്ടാൻ ശരിക്കും സംസാരിക്കാൻ വയ്യ, എനിക്കാരുമില്ല, ഹാറൂനും കൂടി അയച്ചു തരണം, ഞാൻ പണ്ടൊരു കുറ്റം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ തടസ്സവാദം, പ്രയാസം, ഒരു എതിർപ്പല്ല, മൂസാ നബിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രയാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അള്ളാഹു തആല പറയാണ്, ഖാല, അള്ളാഹു പറഞ്ഞു, കെല്ല, അത് വേണ്ട. അതായത് അങ്ങനൊന്നും നീ ചിന്തിക്കണ്ട. കെല്ല എന്ന് പറഞ്ഞാൽ വേണ്ട എന്നർത്ഥം. വേണ്ട എന്ന് പറഞ്ഞാൽ നീ ആ പറഞ്ഞതൊന്നും ശരിയല്ല, അതിന്മേൽ അതൊക്കെ പേടിച്ച് നിൽക്കേണ്ടതില്ല. അവർക്ക് നിന്നെ കൊല്ലാൻ കഴിയില്ല. അവർ നിൻ്റെ ഫലാ യസിലൂന ഇലൈക്കുമ എന്ന് അള്ളാഹു തആല പറഞ്ഞ വേറെ ആയത്തിൽ കാണാം. അവർ നിൻ്റെ അടുക്കലേക്ക് ഉപദ്രവവുമായി എത്തുകയില്ല, അവർക്ക് നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഒരു സമാധാനം വാക്കാണ് പിന്നെ പറയുന്നത്, കെല്ലാ ഫദ്ഹബ, അങ്ങനെ വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നിന്നെ അവർ കൊല്ലുമെന്നോ അല്ലെങ്കിൽ നിനക്ക് അവിടെ ഒരു കുറ്റമുണ്ട്, ആ കുറ്റം കാരണത്താൽ നിന്നെ അവർ സ്വീകരിക്കുകയില്ല എന്ന് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നീ പോയിക്കോ. ഫദ്ഹബ, നിങ്ങൾ രണ്ടുപേരും കൂടി പോകുക. അപ്പോൾ അവിടെ ഹാറൂനെ പ്രവാചകനായി അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അത് ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു മൂസാ നബിക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, ശരി, ഹാറൂനെയും കൂടി പ്രവാചകനാക്കി എന്ന്. എന്നിട്ട് ഫദ്ഹബ, നിങ്ങൾ രണ്ടുപേരും കൂടി പോകുക, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്. അപ്പോൾ ആ ദൃഷ്ടാന്തം അള്ളാഹ് അതിൻ്റെ ഇടയിൽ കൊടുത്തതായിട്ട് മറ്റു സൂറകളിൽ കാണാം. വടിയിടാൻ പറഞ്ഞതും അത് പാമ്പാകുന്നതും, കയ്യ് കക്ഷത്തിൽ വെക്കാനും അത് എടുക്കുമ്പോൾ വെളുത്ത് കാണുന്നതും പ്രകാശിച്ച് കാണുന്നതുമൊക്കെയുള്ള
ആയത്ത് ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ മൂസാ നബിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അല്ലാഹു തആല. ആ കാര്യങ്ങളാണ് ഫദ്ഹബാബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നിങ്ങൾ പോകുക, നിങ്ങൾ രണ്ടുപേരും. ഇന്നാ തീർച്ചയായും നാം, അല്ലാഹ് പറയാണ്, മഅക്കും മുസ്തമിഊൻ, മുസ്തമിഊന മഅക്കുന്ന, നിങ്ങളോടൊപ്പം എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഫിറഔനോട് പറയുന്നതും തിരിച്ചു പറയുന്നതും അവിടെ സംഭവിക്കുന്നതൊക്കെ ഞാൻ കണ്ടും കേട്ടും നിങ്ങളോടൊപ്പമുണ്ട്. അതായത് എൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടായിരിക്കും, നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയല്ല, നിങ്ങൾ ഈ ആയത്തും കൊണ്ട് ചെല്ലുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഫഅ്തിയ, നിങ്ങൾ രണ്ടുപേരും കൂടി ചെല്ലുക, ഫിർഔനിൻ്റെ അടുക്കലേക്ക് ചെല്ലുക. ഫഖൂല, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും പറയണം, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ് ഞങ്ങൾ എന്ന് അവനോട് വളച്ചുകെട്ടില്ലാതെ നേരെ ചൊവ്വെ ആ കാര്യം അങ്ങോട്ട് പറയണം. എന്ന് മാത്രമല്ല, അൻ അർസിൽ മഅന, അൻ അർസിൽ, നീ അയച്ചു തരണമെന്നും നീ അവരോട് പറയണം. നിങ്ങൾ രണ്ടുപേരും അവനോട് പറയണം, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ റബ്ബുൽ ആലമീൻ്റെ ദൂതന്മാരാണ്. അൻ അർസിൽ മഅന, ഞങ്ങളോടൊപ്പം അയക്കണമെന്നും നീ പറയണം. ആരെ? ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ. യാക്കൂബ് നബിയുടെ മക്കൾ ഫിർഔനിൻ്റെ ഖിബ്തി വർഗത്തിൻ്റെ ഇടയിൽ ഈജിപ്തിൽ വന്ന് താമസിക്കുന്നുണ്ട്. അവർ ഈജിപ്തുകാരല്ല, അവർ കനാൻ നിവാസികളാണ്. ഈജിപ്തിൽ വന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം സംഗതി വശാൽ ജയിലിൽ നിന്ന് മോചിതനായി യാദൃശ്ചികമായി ഈജിപ്തിലെ ഭരണാധികാരികളുടെ കൂട്ടത്തിൽ ഒരാളായ കാലത്ത് യൂസുഫ് നബി തൻ്റെ പിതാവിനെയും യാക്കൂബ് അലൈഹിസ്സലാമിനെയും മക്കളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈജിപ്തിൽ കുടിയിരുത്തിയതാണ്. അന്ന് മുതൽ ഈജിപ്തിൽ ഇസ്രായേൽ മക്കൾ, ഖിബ്തികൾക്ക് പുറമെ, അടിസ്ഥാനവർഗമായ ഖിബ്തികൾക്ക് പുറമെ ബനു ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ മക്കൾ അവിടെ താമസിക്കുന്നുണ്ട്. പിൽക്കാലത്ത് കാലം മാറി വന്നപ്പോൾ ഈജിപ്തിലെ അടിസ്ഥാനവർഗം ഈ ബനു ഇസ്രായേലിനെ അടിമകളാക്കി വെച്ചു. ആ അൻ അർസിൽ മഅന ബനി ഇസ്രായേൽ, അവരെ ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും സ്വാതന്ത്ര്യം നൽകാതെ പീഡിപ്പിക്കുകയായിരുന്നു ചെയ്യുന്നത്. അതാ മൂസാ നബി പറയുന്നത്, അൻ അർസിൽ മഅന, ഞങ്ങളോടൊപ്പം നീ അയക്കണം ബനി ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ മക്കളെ. അതായത് അവർക്കുള്ള സൗകര്യങ്ങളും എന്നിൽ വിശ്വസിക്കാനുള്ള അനുമതിയും നീ കൊടുക്കുന്നില്ലാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് അവരെ അയച്ച് അവരുടെ സ്വാതന്ത്ര്യം, ഫക്കുഫ അൻഹും അദാബക, അവരെ നിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ നീ തടയണം. വർഫഅ അൻഹും യദക ലിയഅ്ബുദൂ റബ്ബഹും, അവരുടെ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി നിൻ്റെ കൈ അവരിൽ നിന്ന് മാറ്റിവെക്കണം. വയുഖീമു അംറ ദീനിഹിം, അവരുടെ ദീനിൻ്റെ കാര്യം നിലനിർത്താൻ അവർക്ക് നീ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഫിർഔനിനോട് പറയാൻ അള്ളാഹു കൽപ്പിച്ചു. കാല, അപ്പോൾ ഫിർഔൻ അത് പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്നത് വേറെ ഉണ്ട്. കാല, അപ്പോൾ ഫിർഔൻ പറയുകയാണ് മൂസാനോട്, അലം നുറബ്ബിക ഫീന വലീദ, അലം നുറബ്ബിക, റബ്ബ വളർത്തിയെന്ന്, തർബിയത്ത് വളർത്തുക. അലം നുറബ്ബിക, നിന്നെ ഞാൻ വളർത്തിയില്ലേ, ഫീന ഞങ്ങളുടെ കൂട്ടത്തിൽ, വലീദൻ കുഞ്ഞായിരുന്ന, വലത് എന്ന് പറഞ്ഞാൽ ചെറിയ വലീദ്, ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഞാൻ വളർത്തിയിട്ടില്ലേ. മൂസാ നബി വളർന്നത് ഫിറഔൻ്റെ കൊട്ടാരത്തിലാണല്ലോ. വലബിസ്ത ഫീന, ഞങ്ങളുടെ കൂട്ടത്തിൽ നീ താമസിച്ചില്ലേ, കഴിഞ്ഞുകൂടിയില്ലേ. ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചു. ഫീന ഞങ്ങളുടെ കൂട്ടത്തിൽ, മിൻ ഉമരിക്ക നിൻ്റെ വയസ്സിനിടയിൽ, സിനീൻ കുറേ കാലം നിൻ്റെ വയസ്സിനിടയിൽ, ഉമുറ് വയസ്സാണ്, നിൻ്റെ വയസ്സിനിടയിൽ കുറേ കാലം ഞങ്ങളുടെ കൂട്ടത്തിൽ നീ താമസിച്ച് കഴിഞ്ഞുകൂടിയില്ലേ. നിന്നെ ഞാനല്ലേ വളർത്തിയത്. ഫഅൽത, എന്നിട്ട് നീ ചെയ്തു, ഫിഅലതക നിൻ്റെ ചില ചെയ്തികൾ, ഫഅൽത ഫഅലതക നിൻ്റെ കുറേ ചെയ്തികൾ നീ ചെയ്തു എന്ന് പറഞ്ഞാൽ കുറേ കുരുത്തക്കേട് നീ ഇവിടെ ചെയ്തു. ഫഅൽത ഫഅലതക അല്ലത്തി ഫഅൽത, അന്ന് നീ ചെയ്തു പോയ ആ കുറേ തെറ്റായ ചെയ്തികൾ നീ ചെയ്തു കൂട്ടി. വ അൻത മിനൽ കാഫിരീൻ, നീയും നിഷേധികളിൽപ്പെട്ടവനാണല്ലോ.
അപ്പം നീ പ്രവാചകനായി വന്നത് എന്താ? നീ കുറേ തോന്നിയാസങ്ങളൊക്കെ ചെയ്തു കൂട്ടി, നമ്മളെ കൂടെ വളർന്ന് വലുതായി, നീയും കുറേ തോന്നിയാസങ്ങൾ ചെയ്ത് കാഫിരീങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവനല്ലേ നീ? പിന്നെന്താ ഇനി ഒരു പ്രവാചകനായിട്ട് എന്നെ നന്നാക്കാൻ വന്നു എന്നാണ് മൂസാ നബിയോട് ഫിറഔൻ ചോദിക്കുന്നത്. നീ ഒരു മുസ്ലിമായും മൂമിനായും ചമയണ്ട, നീയും നിഷേധി തന്നെയാണ്, നീ അങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മൂസാ നബി അദ്ദേഹത്തിനോട് തിരിച്ചു പറയുന്നത്, ഞാൻ അങ്ങനെ അറിയാതെ ചെയ്തു പോയി, തെറ്റായിരുന്നു, ഞാൻ അതിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങി, ഇപ്പോൾ എന്നെ അള്ളാഹു പ്രവാചകനാക്കി എന്നതാണ്. അതിന് തെളിവായിട്ട് മൂസാ നബി മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കുറച്ചുകൂടി വിശദീകരണങ്ങൾ എത്ര കാലം താമസിച്ചു എന്നതൊക്കെ കൃത്യമായി ചരിത്രത്തിലില്ലെങ്കിലും ചില ചരിത്ര സൂചനകളൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.